ഇതൊക്കെയാണ് പണിയെന്ന് പറയുന്നത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൈസായിട്ട് പിണറായി വിജയന്റെ പിടലിക്ക് വെച്ച പണി LDF-ൽ ബോംബായി മാറുകയാണ്. പ്രതിപക്ഷ ഉപനേതാവായി നിയമസഭയിൽ ചെത്താമെന്ന് കരുതിയ മുൻ മന്ത്രി KN ബാലഗോപാലിന്റെ മോഹങ്ങൾക്കുമേൽ വെള്ളമൊഴിച്ചിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിന്നാലെ നിയമസഭാ സ്പീക്കർ കൂടിയായ തിരുവഞ്ചൂർ ദില്ലിക്ക് പറക്കുകയും ചെയ്തു. സംഭവം ഇങ്ങനെയാണ്. LDF-ൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM CPI പോര് കടുക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തമ്മിൽ ചില ചർച്ചകൾ നടന്നുവെങ്കിലും ഒന്നുമായില്ല. ഇതിനിടയിലാണ് പ്രതിപക്ഷ ഉപനേതാവിന് നിയമസഭയ്ക്കുള്ളിൽ പ്രത്യേക മുറി വേണമെന്ന ആവശ്യവുമായി KN ബാലഗോപാൽ രംഗത്ത് വന്നത്. എന്നാൽ ആരാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് തീരുമാനിക്കണമെന്നും ഇക്കാര്യം നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രേഖാമൂലം അറിയിക്കണമെന്നും സ്പീക്കർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ CPM വിട്ടിലായിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സ്പീക്കർ പിണറായി വിജയന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഏത് നിമിഷവും പൊട്ടുന്ന പാകത്തിലുള്ള ഒരു ഉഗ്രൻ ബോംബാണ്. തിരുവഞ്ചൂരിന്റെ ഈ നീക്കം LDF-നെ അതീവ സങ്കീർണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃ പദവി കിട്ടിയില്ല എങ്കിൽ മുന്നണി വിടണമെന്ന പൊതുധാരണയിലാണ് CPI നിൽക്കുന്നത്. അതേസമയം മുറി നിഷേധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി ഉപനേതാവിന് തന്നെ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഉപനേതാവ് ആരെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നുകൂടി തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയത്. KN ബാലഗോപാലിന് PAC ചെയർമാൻ എന്ന നിലയ്ക്ക് ഒരു മുറിയുണ്ട്. ഉപനേതാവ് തർക്കം LDF-ലെ ആഭ്യന്തര കാര്യമാണെന്നും പ്രതിപക്ഷ ഉപനേതാവാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു കത്ത് കൊണ്ടുവന്നാൽ മുറി അപ്പോൾ നൽകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി കഴിഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവിന് നിയമസഭാ മന്ദിരത്തിൽ മുറി വേണമെന്ന CPM-ന്റെ ആവശ്യമാണ് സ്പീക്കർ നിരസിച്ചിരിക്കുന്നത്. ഒരു മുറി കണ്ടുവച്ചാണ് ബാലഗോപാൽ ആവശ്യവുമായി രംഗത്ത് വന്നത്. എന്നാൽ തുറക്കും മുൻപ് തന്നെ ആ മുറി പൂട്ടി സീല് വെച്ചിരിക്കുകയാണ് തിരുവഞ്ചൂർ. KN ബാലഗോപാലിന് വേണ്ടിയാണ് CPM മുറി ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ ഉപനേതാവിൽ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് നിയമസഭാ മന്ദിരത്തിൽ പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറിക്കായുള്ള CPM ആവശ്യം സ്പീക്കർ എടുത്ത് ചവിറ്റുകൊട്ടയിലിട്ടത്. കേവലം ഒരു ഓഫീസ് മുറിക്കായുള്ള ആവശ്യമല്ല CPM ഉന്നയിച്ചത്. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനായി പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി കൈക്കലാക്കി VD സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ നിരയിലെ രണ്ടാമൻ ബാലഗോപാൽ തന്നെയെന്ന് വരുത്തി തീർക്കാനും അധികാരം ഉറപ്പിക്കാനുമായിരുന്നു CPM-ന്റെ നീക്കം. എന്നാൽ നിലവിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ സഭയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ മുറിയുള്ള ബാലഗോപാലിന് പുതിയൊരു മുറി വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉപനേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ സ്പീക്കർക്ക് ഔദ്യോഗികമായി കത്ത് നൽകേണ്ടി വരുന്നതോടെ CPI-ൽ പോർമുഖം തുറക്കും. പ്രതിപക്ഷ ഉപനേതാവ് ആരാണെന്ന് വ്യക്തമാക്കി പിണറായി വിജയൻ കത്ത് തന്നാൽ മുറി അപ്പോൾ അനുവദിക്കാമെന്ന് സ്പീക്കർ മാന്യമായി വ്യക്തമാക്കിയതോടെ CPI സ്വരം കടുപ്പിക്കുന്നുണ്ട്. ഇനി ബാലഗോപാലിനെ അരിയിട്ട് വാഴിച്ചുകൊണ്ട് പിണറായി വിജയൻ കത്ത് നൽകിയെന്ന് വയ്ക്കുക. LDF മുന്നണിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് CPI LDF ഇടും. CPI മുൻ മന്ത്രി K രാജന് വേണ്ടി പ്രതിപക്ഷ ഉപനേതൃ പദവി കണ്ണുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. MLA രാജൻ ഉപപ്രതിപക്ഷ നേതൃപദവിയിൽ എത്തുവാനുള്ള കുപ്പായം തുന്നിയ വേളയിലാണ് നടക്കില്ലെന്ന് CPM കട്ടായം പറഞ്ഞത്. എന്നാൽ ആരും ആ പദവി അലങ്കരിക്കേണ്ട എന്ന ലൈനിലേക്ക് CPI മാറുകയും ചെയ്തു. ഇതിനിടയിൽ കൂടിയാണ് CPM നൈസായിട്ട് ബാലഗോപാലിനെ വഴിവെക്കാനുള്ള നീക്കം നടത്തിയത്. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സൂത്രശാലിയായ രാഷ്ട്രീയക്കാരന്റെ മുന്നിൽ തകർന്നടിഞ്ഞിരിക്കുന്നത്.